ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഒരാഴ്ച നീളുന്ന കർണാടക, തമിഴ്നാട്, തെലങ്കാന സന്ദർശനത്തിന് നാളെ തുടക്കം. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജോർദാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളും പ്രധാനമന്ത്രി സന്ദർശിക്കും. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിട്ട് ലോക്സഭ. തിരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ ചർച്ച ചെയ്ത് രാജ്യസഭ. 2025-26 സാമ്പത്തിക വർഷത്തെ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ ആദ്യ ഗഡുവായി കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകൾക്ക് കേന്ദ്ര സർക്കാർ 260 കോടി രൂപ അനുവദിച്ചു. കേരളത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. SIR-മായി ബന്ധപ്പെട്ട് 99.84% ഫോമുകളും ഡിജിറ്റൈസ് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഒരാഴ്ച നീളുന്ന കർണാടക, തമിഴ്നാട്, തെലങ്കാന സന്ദർശനത്തിന് നാളെ തുടക്കം. മറ്റന്നാൾ വെല്ലൂർ സുവർണക്ഷേത്രം സന്ദർശിക്കുന്ന രാഷ്ട്രപതി പിന്നീട് ശൈത്യകാല വാസത്തിനായി സെക്കന്ദരാബാദിലെ രാഷ്ട്രപതി നിലയത്തിലെത്തും. PSC അധ്യക്ഷന്മാർക്കായി വെള്ളിയാഴ്ച നടക്കുന്ന ദേശീയ സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജോർദാൻ തലസ്ഥാനമായ അമ്മാനിലെത്തി. ജോർദാൻ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആചാരപരമായ വരവേൽപ്പ് നൽകി. 37 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജോർദാനിലെത്തുന്നത്. ആദ്യഘട്ടത്തിൽ ജോർദാൻ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി അബ്ദുള്ള രാജാവുമായും പ്രധാനമന്ത്രി ജാഫർ ഹസനുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യൻ സമൂഹവുമായും അദ്ദേഹം സംവദിക്കും. തുടർന്ന് ശ്രീ മോദി എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളും സന്ദർശിക്കും. വികസിത് ഭാരത് ശിക്ഷ അധിഷ്ഠാൻ ബിൽ കൂടുതൽ പരിശോധനയ്ക്കായി പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിട്ട് ലോക്സഭ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവതരിപ്പിച്ച ബില്ലിനെ പ്രതിപക്ഷം എതിർത്തു. അധ്യാപനം, പഠനം, ഗവേഷണം, നവീകരണം എന്നിവയിൽ മികവ് കൈവരിക്കുന്നതിന് സർവകലാശാലകളെയും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ശാക്തീകരിക്കാൻ ലക്ഷ്യമിടുന്നതാണ് ബിൽ. 2025 റദ്ദാക്കൽ ഭേദഗതി ബില്ലും ആണവോർജ്ജ വികസനം ലക്ഷ്യമിട്ടുള്ള പ്രത്യേക ബില്ലും ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2025-26 ആദ്യ ബാച്ചിലെ ഗ്രാന്റിനായുള്ള സപ്ലിമെന്ററി ഡിമാൻഡിലും ചർച്ചകൾ ലോക്സഭയിൽ നടന്നു. തെരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ സംബന്ധിച്ച ചർച്ചയാണ് രാജ്യസഭയിൽ നടന്നത്. അതിനിടെ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് 2 തവണ നടപടി തടസ്സപ്പെട്ടിരുന്നു. കേരളത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ. തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് നവംബർ 10 മുതലായിരുന്നു മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നത്. അതേസമയം സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മലപ്പുറം ജില്ലയിലെ മൂത്തേടം, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തുകളിൽ പൂർണ്ണമായും, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡിലും പെരുമാറ്റച്ചട്ടം നിലനിൽക്കും. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ ചെലവ് കണക്കുകൾ 2026 ജനുവരി 12 മുമ്പ് ഓൺലൈനായി സമർപ്പിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ ഉടൻ നീക്കം ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. അല്ലാത്തപക്ഷം തദ്ദേശ സ്ഥാപനങ്ങൾ ഇവ നീക്കം ചെയ്ത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ ഉൾപ്പെടുത്തുമെന്നും കമ്മീഷണർ അറിയിച്ചു. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഡിസംബർ 21 സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. ജില്ലാ പഞ്ചായത്തുകളിലും കോർപ്പറേഷനുകളിലും ജില്ലാ കളക്ടർമാരുടെയും ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ വരണാധികാരികളുടെയും മുന്നിലായിരിക്കും അതാത് സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ടവരിലെ ഏറ്റവും മുതിർന്ന അംഗം ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ മുൻപാകെയാകും മറ്റ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുക. എല്ലാവരുടെയും പ്രതിജ്ഞ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിൽ സമിതിയുടെ ആദ്യ യോഗം ചേരും. അധ്യക്ഷ, ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പുകൾ സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിപ്പ് ഈ യോഗങ്ങളിൽ സെക്രട്ടറിമാർ വായിക്കും. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് വൈകിട്ട് 6 മണിയോടെ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 2,78,07,680 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. ഇത് മൊത്തം വിതരണം ചെയ്ത ഫോമുകളുടെ 99.84%. ഫോമുകൾ ഇനിയും മടക്കി നൽകിയിട്ടില്ലാത്തവർ എത്രയും വേഗം പൂരിപ്പിച്ച് BLOമാരെ ഏൽപ്പിക്കണമെന്നും CEO അഭ്യർത്ഥിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർമാരുടെ ഓൺലൈൻ യോഗവും ഇന്ന് വിളിച്ചു ചേർത്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള വീട് തോറുമുള്ള വിവരശേഖരണം വ്യാഴാഴ്ച അവസാനിക്കും. വോട്ടർ പട്ടിക പരിഷ്കരണ ജോലികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിരുന്നു.
റിപ്പബ്ലിക് ദിനത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ 1200-ലേറെ പൊതുഗ്രന്ഥശാലകളിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. ചിത്രരചന, പോസ്റ്റർ നിർമ്മാണം, പ്രശ്നോത്തരി, പ്രദർശനങ്ങൾ തുടങ്ങിയ പരിപാടികളും ഉണ്ടാകും. വായനശാല പരിധിയിലെ എല്ലാ വീടുകളിലും അക്ഷര കരോൾ സംഘങ്ങൾ സന്ദർശനം നടത്തും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് ശബരിമല സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. ഈ മാസം 23-ന് ആറന്മുളയിൽ നിന്നും സന്നിധാനത്തിലേക്ക് തങ്കയങ്കി ഘോഷയാത്ര ആരംഭിക്കും. 23-ന് മണ്ഡലപൂജ നടക്കും. അടുത്ത മാസം 14-നാണ് മകരവിളക്ക് മഹോത്സവം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമ ബംഗാളിലെ സർവകലാശാലകളിൽ ഗവർണർക്ക് പകരം മുഖ്യമന്ത്രിയെ ചാൻസലറായി നിയമിച്ചുകൊണ്ട് പശ്ചിമ ബംഗാൾ നിയമസഭ പാസാക്കിയ ഭേദഗതി ബിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു തള്ളി. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബിൽ ഗവർണർ CV ആനന്ദബോസിന്റെ പരിഗണനയ്ക്കായി അയച്ചിരുന്നു. എന്നാൽ ഗവർണർ 2024 ഏപ്രിൽ 20-ന് ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി വിടുകയായിരുന്നു. വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് രാഷ്ട്രപതിയുടെ തീരുമാനം. ആലിയ സർവകലാശാലയുടെ ചാൻസലറായി ഗവർണർക്ക് പകരം മുഖ്യമന്ത്രിയെ നിയമിക്കുന്ന മറ്റൊരു ബില്ലും രാഷ്ട്രപതി നിരസിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ ആദ്യ ഗഡുവായി കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകൾക്ക് കേന്ദ്ര സർക്കാർ 260.20 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാനത്തെ 14 ജില്ലാ പഞ്ചായത്തുകൾക്കും 152 ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും 941 ഗ്രാമപഞ്ചായത്തുകൾക്കുമാണ് ഈ തുക അനുവദിച്ചതെന്ന് പഞ്ചായത്തി രാജ് മന്ത്രാലയം അറിയിച്ചു. സാമ്പത്തിക വർഷത്തിൽ 2 ഗഡുക്കളായാണ് ഫണ്ട് അനുവദിക്കുന്നത്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 4ാം ദിനമായ ഇന്നും മികച്ച ചിത്രങ്ങൾ കാണാൻ കനത്ത തിരക്ക്. ഓരോ ദിവസവും മേളയ്ക്കെത്തുന്നവരുടെ എണ്ണം കൂടുന്ന കാഴ്ചയാണ് വേദികളിൽ കാണുന്നത്. 5ാം ദിനമായ നാളെ 72 ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തും. ചലച്ചിത്രമേളയിൽ ശ്രദ്ധേയമായി സിനിമാ സവാരി. സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഓൺലൈൻ ടാക്സി സംവിധാനമായ കേരള സവാരി ഒരുക്കുന്ന സിനിമാ സവാരി മേളയിലെത്തുന്ന ഡെലിഗേറ്റുകൾക്ക് ഏറെ സഹായകരമാണ്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഔദ്യോഗിക മൊബിലിറ്റി പാർട്ണർ കൂടിയായ കേരള സവാരി ചലച്ചിത്രാസ്വാദകർക്ക് സുരക്ഷിതവും സുതാര്യവുമായ യാത്രാ സൗകര്യമാണ് സിനിമാ സവാരിയിലൂടെ ഒരുക്കിയിരിക്കുന്നത്. നഗരത്തിൽ ചലച്ചിത്ര പ്രദർശനം നടക്കുന്ന എല്ലാ പ്രധാന തിയേറ്ററുകളിലേക്കും കേരള സവാരിയുടെ സേവനം ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മേളയുടെ പ്രധാന വേദികളായ ടാഗോർ തിയേറ്റർ, നിശാഗന്ധി, കൈരളി, ശ്രീ തുടങ്ങിയവയെ ബന്ധിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര പ്രേമികൾക്കായി സൗജന്യ യാത്രയും കേരള സവാരി ഒരുക്കിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. കൂടാതെ സർക്കാർ നിശ്ചയിച്ച നിരക്ക് മാത്രമാണ് ടാക്സി ഓട്ടോ സേവനങ്ങൾക്ക് ഈടാക്കുന്നത് എന്നത് ഈ സേവനത്തിന്റെ സുതാര്യത വർദ്ധിപ്പിക്കുന്നു. ഓരോ പ്രദർശനശാലകളുടെയും മുന്നിലായി പിക്കപ്പ് ഡ്രോപ്പ് പോയിന്റുകൾ നിശ്ചയിച്ച് ഓൺ ഗ്രൗണ്ട് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിയേറ്ററുകളുടെ പ്രവേശന മേഖലകളിൽ സ്ഥാപിച്ചിട്ടുള്ള കേരള സവാരിയുടെ QR കോഡ് സ്കാൻ ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഉടൻ തന്നെ ഓട്ടോ ടാക്സി ബുക്ക് ചെയ്ത് യാത്ര ചെയ്യാം. സംസ്ഥാനത്ത് സ്കൂളുകളിൽ 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ ഈ വർഷം സബ്ജക്ട് മിനിമം നടപ്പിലാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. 2027 മുതൽ SSLC പരീക്ഷയിലും സബ്ജക്ട് മിനിമം നടപ്പിലാക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1 മുതൽ 10 വരെ ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷ ഡിസംബർ 23-ന് അവസാനിക്കും. ഹയർ സെക്കൻഡറി അർദ്ധവാർഷിക പരീക്ഷ ക്രിസ്മസ് അവധി കഴിഞ്ഞ് ജനുവരി 6-ന് അവസാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിന്റെ പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം തുടങ്ങി. മറ്റ് വാർത്താ ബുള്ളറ്റിനുകൾക്ക് പുറമെയാണിത്. രാവിലെ 11 മണിക്കും വൈകിട്ട് 3 മണിക്കും 5 മിനിറ്റ് ദൈർഘ്യമുള്ള ബുള്ളറ്റിനുകളാണ് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. രാത്രി 8:35-നുള്ള പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഇനി മുതൽ 10 മിനിറ്റായിരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഒരാഴ്ച നീളുന്ന കർണാടക, തമിഴ്നാട്, തെലങ്കാന സന്ദർശനത്തിന് നാളെ തുടക്കം. ത്രിരാഷ്ട്ര പര്യടനത്തിന്റെ ഭാഗമായി ജോർദാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. എത്യോപ്യ, ഒമാൻ എന്നീ രാജ്യങ്ങളും പ്രധാനമന്ത്രി സന്ദർശിക്കും. വികസിത് ഭാരത് ശിക്ഷാ അധിഷ്ഠാൻ ബിൽ പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിട്ട് ലോക്സഭ. തിരഞ്ഞെടുപ്പ് പരിഷ്കരണങ്ങൾ ചർച്ച ചെയ്ത് രാജ്യസഭ. 2025-26 സാമ്പത്തിക വർഷത്തെ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിന്റെ ആദ്യ ഗഡുവായി കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകൾക്ക് കേന്ദ്ര സർക്കാർ 260 കോടി രൂപ അനുവദിച്ചു. കേരളത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. SIR-മായി ബന്ധപ്പെട്ട 99.84% ഫോമുകളും ഡിജിറ്റൈസ് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.